Hello everyone, welcome to Groww Malayalam. Equity സ്കീമുകളിലേക്കുള്ള പണത്തിന്റെ നെറ്റ് ഇൻഫ്ലോ മന്ത് ഓൺ മന്ത് വെച്ച് 130% വർദ്ധിച്ച് സെപ്റ്റംബറിൽ 14,100 കോടി രൂപയായി. തൊട്ടു മുൻപത്തെ മാസം ഓഗസ്റ്റിൽ ഇത് 6,100 കോടി രൂപ മാത്രമായിരുന്നു. തുടർച്ചയായ മാസങ്ങളിൽ താഴോട്ട് വന്ന് 10 മാസത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലായിരുന്നു ഓഗസ്റ്റിലേത്. കൂടാതെ SIP ഇൻഫ്ലോ മന്ത് ഓൺ മന്ത് 2% വർദ്ധിച്ച് സെപ്റ്റംബറിൽ 12,980 കോടി രൂപയായി. ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിനുള്ള കോൺഫിഡൻസ് ആണ് ഈ സ്ട്രോങ് ഇൻഫ്ലോ കാണിക്കുന്നത് എന്നാണ് ഇൻഡസ്ട്രി ലീഡേഴ്സ് പറയുന്നത്. ആഗോള മാന്ദ്യത്തിനെ കുറിച്ചുള്ള ഉത്കണ്ഠകൾക്കിടയിലും ഇന്ത്യ ഒരു തിളങ്ങുന്ന എക്സാമ്പിൾ തന്നെയാണ് എന്നാണ് ഇതിനർത്ഥം. 2022 സെപ്റ്റംബറിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ നിന്നും ഏറ്റവും കൂടുതൽ മന്ത് ഓൺ മന്ത് നെറ്റ് ബൈയിങ് നടന്ന ടോപ്പ് 5 കമ്പനികൾ ഇനി പറയുന്നവയാണ്: അദാനി എന്റർപ്രൈസസ്, ഹീറോ മോട്ടോകോപ്പ്, UPL, HDFC ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ബ്രിട്ടാനിയ എന്നിവയാണ് അവ. നമ്മൾ ഈ പറഞ്ഞതൊക്കെ മന്ത് ഓൺ മന്ത് ആയിട്ടുള്ള വർധനവിന്റെ കാര്യമാണ്. അപ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഹോൾഡിംഗ് എടുത്ത് നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ കഴിഞ്ഞ 3 ക്വാർട്ടേഴ്സിലായി ഏറ്റവും കൂടുതൽ വാങ്ങിയ 5 സ്റ്റോക്സ് ഏതൊക്കെയാണ്? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ 3 ക്വാർട്ടറുകളിലായിട്ട് ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ സ്റ്റേക്ക് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച BSE 200ലെ 5 സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ കമ്പനികളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയ ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടാൻ പാകത്തിൽ അവയുടെ ബിസിനസിനെ കുറിച്ചും പ്രധാനപ്പെട്ട സ്ട്രെങ്ത് അതുപോലെ തന്നെ വീക്ക്നെസ്സുകൾ ഇവയെക്കുറിച്ചും ഒക്കെ നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അസെൻഡിങ് ഓർഡറിലാണ് ഈ ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് വർദ്ധിച്ച കമ്പനി ഏറ്റവും അവസാനമാണ് നമ്മൾ പറയാം. അപ്പോൾ തുടങ്ങുന്നതിന് മുൻപ് ഇതുവരെയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് കമ്പനി ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. 1958 ഇൻകോർപ്പറേറ്റ് ചെയ്ത ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ്. അലുമിനിയം ആൻഡ് കോപ്പർ പ്രൊഡക്ഷനിലാണ് ഈ കമ്പനി ഏർപ്പെട്ടിരിക്കുന്നത്. പിന്നെ നൊവേലിസ് എന്ന സബ്സിഡിയറിയിലൂടെ ബെവറേജ് ആൻഡ് ഫുഡ്, ക്യാൻ ആൻഡ് ഫോയിൽ പ്രൊഡക്ട്സ് തുടങ്ങിയ പാക്കേജിംഗ് മാർക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന അലുമിനിയം ഷീറ്റ്സ് ആൻഡ് ലൈറ്റ് ഗേജ് പ്രൊഡക്ട്സിന്റെ മാനുഫാക്ചറിങ്ങും ഇവർ ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ അലുമിനിയം റോളിംഗ് ആൻഡ് റീസൈക്ലിംഗ് കമ്പനിയാണ് ഹിൻഡാൽകോ. പ്രൈമറി അലുമിനിയത്തിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറുമാണ് ഈ കമ്പനി. ഇതിനും പുറമെ ഷിപ്മെന്റ്സിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഗ്ലോബലി ടോപ്പ് 5 അലുമിനിയം പ്രൊഡ്യൂസേഴ്സിൽ ഒന്നുമാണ് ഹിൻഡാൽകോ. കമ്പനിയുടെ റവന്യൂ വരുന്നത് 3 സെഗ്മെന്റ്സിൽ നിന്നായിട്ടാണ്. അലുമിനിയത്തിൽ നിന്നും 16%, കോപ്പറിൽ നിന്നും 19%, അതുപോലെ സബ്സിഡിയറിയായ നൊവേലിസിൽ നിന്നും 65%. ഡിസംബർ 2021 ഈ കമ്പനിയിൽ ഉണ്ടായിരുന്ന ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് 12.01% ആയിരുന്നു. ജൂൺ 2022 ക്വാർട്ടറിൽ ഇത് 13.15% ആയി ഉയർന്നു. അതായത് 1.14%ന്റെ വർധനവ്. കഴിഞ്ഞ 3 ക്വാർട്ടേഴ്സിൽ മ്യൂച്വൽ ഫണ്ട്സ് അപ്രോക്സിമേറ്റ്ലി 2.6% ഹോൾഡിംഗ് ഈ കമ്പനിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്ത് ഹിൻഡാൽകോ ഇന്ത്യയിലെ ആദ്യത്തെ ഓൾ അലുമിനിയം ഫ്രൈറ്റ് റെയിൽ റേക്സ് ലോഞ്ച് ചെയ്തു. ഫ്രൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരക്ക്. ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ ആധുനികവൽക്കരിക്കാനും കാർബൺ ഫുട് പ്രിന്റ്സ് കുറക്കാനുമുള്ള ഇന്ത്യയുടെ പ്ലാനിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. ഈ അലുമിനിയം മെയ്ഡ് റേക്സ് നിലവിലുള്ള സ്റ്റീൽ റേക്സിനേക്കാൾ 180 ടൺ ഭാരം കുറഞ്ഞവയാണ്. ഇവയ്ക്ക് 5 മുതൽ 10% വരെ കൂടുതൽ ലോഡ് വഹിക്കാനും കഴിയും. കുറഞ്ഞ എനർജിയെ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. വരും വർഷങ്ങളിൽ അലുമിനിയം കൊണ്ട് നിർമ്മിച്ച 100,000-ൽ കൂടുതൽ വാഗൺസ് ഇറക്കാനാണ് ഇന്ത്യൻ റെയിൽവേ പ്ലാൻ ചെയ്യുന്നത്. ഇത് കാർബൺ എമിഷൻസ് കുറയ്ക്കുകയും ചെയ്യും, കമ്പനിയുടെ റവന്യൂ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഭാവിയിൽ ഹൈ സ്പീഡ് പാസഞ്ചർ ട്രെയിൻസിന് വേണ്ടി അലുമിനിയം കോച്ചുകൾ നിർമ്മിക്കാനും ഈ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതും റവന്യൂ വർദ്ധിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. കമ്പനിക്കുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റി US റഷ്യൻ അലുമിനിയം ബാൻ ചെയ്തേക്കാം എന്നതാണ്. എക്സ്പേർട്സ് പറയുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യക്ക് ഗുണകരമാവും എന്നുള്ളതാണ്. കാരണം ഇന്റർനാഷണൽ മാർക്കറ്റ്സിൽ അലുമിനിയത്തിനുള്ള ഡിമാൻഡ് വളരെ കൂടുതലാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കമ്പനി നേരിടുന്ന ഒരു പ്രധാന ത്രെറ്റ് ഉണ്ട്. നൊവേലിസ് കോർപ്പറേഷന്റെ ഏറ്റവും വലിയ ക്ലയന്റ് ആണ് US-ലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ബെവറേജ് ക്യാൻ മേക്കേഴ്സ് ആയ ബോൾ കോർപ്പറേഷൻ. നോർത്ത് അമേരിക്കയിലെ മോശം ഡിമാൻഡ് കാരണം ബോൾ കോർപ്പറേഷൻ ഉണ്ടായ കുറഞ്ഞ 5 ഇയർ വോളിയം വരുന്ന ക്വാർട്ടറുകളിൽ നൊവേലിസിന്റെ ഏർണിംഗ് പ്രോസ്പെക്ട്സിൽ ഇടിവുണ്ടാക്കിയേക്കാം എന്നുള്ളതാണ് അത്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 388.3 rupees, PE ratio 5.8, debt to equity 0.82, 5-year sales CAGR 14%, return on equity 18.5%, 5-year CAGR returns 7.12%, 200 DMA 456, RSI 14, 43.8.
അടുത്ത കമ്പനി SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസസ് ലിമിറ്റഡ്. ഒക്ടോബർ 1998 ലോഞ്ച് ചെയ്ത SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസസ് ലിമിറ്റഡ് RBIയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു നോൺ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റിംഗ് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. ഇത് ലോഞ്ച് ചെയ്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും GE ക്യാപിറ്റലും ചേർന്നാണ്. SBI കാർഡാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയ ഫസ്റ്റ് പ്യുവർ പ്ലേ ക്രെഡിറ്റ് കാർഡ് ബിസിനസ് ഇൻ മാർച്ച് 2020. പ്രീമിയം വാല്യൂ ആഡഡ് പേയ്മെന്റ് ഗൂഡ്സ് ആൻഡ് സർവീസസിന്റെ ബ്രോഡ് സെലക്ഷനിലേക്ക് ഇന്ത്യൻ കൺസ്യൂമേഴ്സിന് ആക്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് SBI കാർഡിന്റെ ഉദ്ദേശം. കാർഡ്സ് ഇൻ ഫോഴ്സ് ആൻഡ് സ്പെൻസ് എടുത്തു നോക്കുമ്പോൾ ഈ കമ്പനി 2ാം സ്ഥാനത്തുണ്ട് ഇന്ത്യയിൽ. ട്രാൻസാക്ഷൻസിന്റെ കാര്യത്തിൽ ഒരു ഡൊമിനന്റ് പ്ലെയറുമാണ് ഇവർ. കമ്പനി ഓഫർ ചെയ്യുന്നത് 8 ടൈപ്പ് കോർ കാർഡുകളാണ്. പലവിധ കൺസ്യൂമർ സെഗ്മെന്റ്സിനെ ഇതിലൂടെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പല ഇൻഡസ്ട്രികളിലായിട്ടുള്ള 23 പാർട്ട്നേഴ്സിലൂടെ ഇന്ത്യയിലെ ലാർജസ്റ്റ് കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂറും കൂടെയാണ് SBI കാർഡ്സ്. കൂടാതെ കമ്പനി ഓറം എന്ന പേരിൽ കാർഡ്സ് അവതരിപ്പിച്ചുകൊണ്ട് സൂപ്പർ പ്രീമിയം സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഡിസംബർ 2021 ഈ കമ്പനിയിൽ ഉണ്ടായിരുന്ന ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് 7.49% ആയിരുന്നു. ജൂൺ 2022 ക്വാർട്ടറിൽ ഇത് 11.34% ആയി ഉയർന്നു. അതായത് 3.85% വർധനവ്. കഴിഞ്ഞ 3 ക്വാർട്ടേഴ്സിൽ മ്യൂച്വൽ ഫണ്ട്സ് അപ്രോക്സിമേറ്റ്ലി 2.8% ഹോൾഡിംഗ് ഈ കമ്പനിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാർഡ്സ് ഇൻ ഫോഴ്സിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ മാർച്ച് 31, 2017 15.3% നിന്നും ജൂൺ 30, 2022 ആയപ്പോൾ 18.4% ഉയർന്നുകൊണ്ട് ഈ അടുത്ത ഫിസിക്കൽ ഇയേഴ്സിൽ കാർഡ്സിന്റെ ഫോഴ്സ് ഗ്രോത്ത് ഇൻഡസ്ട്രി ഗ്രോത്തിനെ മറികടന്നിരുന്നു. ഇനി സ്പെൻഡിംഗിലേക്ക് വന്നാൽ ജൂൺ 30, 2022 അവസാനിച്ച 3 മാസങ്ങൾ എടുക്കുമ്പോൾ മാർക്കറ്റ് ഷെയറിന്റെ 18.6% ഇവരാണ് ഹോൾഡ് ചെയ്യുന്നത്. സ്പെൻഡിംഗിൽ 3rd ലാർജസ്റ്റ് ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡറും കാർഡ് ഇൻ ഫോഴ്സിൽ 2nd ലാർജസ്റ്റ് പ്രൊവൈഡറും SBI കാർഡ് തന്നെയാണ്. ഗ്രോസ് കാർഡ് റിസീവബിൾസ് 36% ഇയർ ഓൺ ഇയർ ആയിട്ട് ഉയർന്ന് ജൂൺ 30, 2022 33,215 കോടി രൂപയായി. കൂടാതെ സ്ഥിരമായി നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽസും കമ്പനിക്ക് വേണ്ട മാനേജീരിയൽ ആൻഡ് ബ്രാൻഡിംഗ് അസിസ്റ്റൻസും SBI നൽകുന്നുണ്ട്. SBIയുടെ മികച്ച കസ്റ്റമർ റിലേഷൻഷിപ്പ് SBI കാർഡ്സിന് ഒരു അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ കോ ബ്രാൻഡഡ് കാർഡ് മാർക്കറ്റിൽ ഒരു പ്രീമിയം നിലനിർത്താൻ ഇവർക്കാകുന്നുണ്ട്. ഇനി നമുക്ക് ത്രെഡ്സ് ആൻഡ് വീക്ക്നെസ്സസിലേക്ക് വരാം. ക്രെഡിറ്റ് കാർഡ് ബിസിനസ്സിലെ റിസ്കുകൾ SBI കാർഡ്സിനും ബാധകമാണ്. മുഴുവൻ ലോൺ ബുക്ക് എടുക്കുമ്പോൾ അത് അൺസെക്യൂർ ആയതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോയിൽ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന റിസ്ക് എപ്പോഴും ഉണ്ട്. അസറ്റ് ക്വാളിറ്റിയിലും ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സിലും കോവിഡ് പാൻഡമിക് ഉണ്ടാക്കിയ മോശം എഫക്ട് മാർച്ച് 31, 2020 2.01% നിന്നും മാർച്ച് 31, 2021 ആയപ്പോൾ 4.99% ആയി വളർന്നിട്ടുണ്ട്. പക്ഷേ GNPA പിന്നീട് അങ്ങോട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഇത് നമ്മൾ സൂക്ഷിച്ചു ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ കമ്പനിയുടെ ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 858.5 rupees, PE ratio 41.8, debt to equity 2.96, 5-year sales CAGR 26%, return on equity 23%, 200 DMA 846.9, RSI 14 37.9. Third company, Bata India Limited. 1931 സ്ഥാപിച്ച ബാറ്റ ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യയിൽ ഫുട്വെയർസിന്റെ ലാർജസ്റ്റ് റീറ്റെയിലർ ആൻഡ് മാനുഫാക്ചറർ ആണ്. ചെക്ക് റിപ്പബ്ലിക്കിൽ 1894 ഇൻകോർപ്പറേറ്റ് ചെയ്ത ബാറ്റ ഷൂ ഓർഗനൈസേഷന്റെ പാർട്ടാണ് ഈ കമ്പനി. ബാറ്റ ഷൂ ഓർഗനൈസേഷൻ ലോകത്തിലെ ലീഡിംഗ് ഷൂ മേക്കർ ആണ് ബൈ വോളിയം. ബാറ്റ ഇന്ത്യക്ക് ഫ്രാഞ്ചൈസി സ്റ്റോർ അടക്കം 1569 സ്റ്റോഴ്സ് ഉണ്ട് പല സിറ്റീസിലായിട്ട്. 3.07 മില്യൺ സ്ക്വയർ ഫീറ്റ് റീറ്റെയിൽ സ്പേസും ഉണ്ട് ഇന്ത്യയിൽ ഉടനീളം. ബാറ്റ, പവർ, മാരി ക്ലെയർ, നോർത്ത് സ്റ്റാർ, നാച്ചുറൈസർ, സ്കോൾ, ബാറ്റ കോംഫിറ്റ്, ഹഷ്, പപ്പീസ് തുടങ്ങിയ നിരവധി ലീഡിംഗ് ബ്രാൻഡുകളായിട്ടാണ് ബാറ്റ ഫുട്വെയർസ് വിൽക്കുന്നത്. ബാറ്റയുടെ മെയിൻ ഒബ്ജക്റ്റീവ് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്ന ടയർ 3 to 4 സിറ്റീസിലായി അവരുടെ റീറ്റെയിൽ ഫുട് പ്രിന്റിന്റെ സൈസ് കൂട്ടുക എന്നതാണ്. 300-ലധികം ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ്സ് രാജ്യമാകെ ഇവർക്കുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 2022 ആഡ് ചെയ്ത 75 ഫ്രാഞ്ചൈസീസ് അടക്കം. ഡിസംബർ 2021 ഈ കമ്പനിയിൽ ഉണ്ടായിരുന്ന ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് 17.87% ആയിരുന്നു. ജൂൺ 2022 ക്വാർട്ടറിൽ ഇത് 22.3% ആയി ഉയർന്നു. അതായത് 4.43% വർധനവ്. കഴിഞ്ഞ 3 ക്വാർട്ടേഴ്സിൽ മ്യൂച്വൽ ഫണ്ട്സ് അപ്രോക്സിമേറ്റ്ലി 3.3% ഹോൾഡിംഗ് ഈ കമ്പനിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബാറ്റ ഇന്ത്യ ലിമിറ്റഡ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കടം ഒന്നും ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഇവരുടെ ഒരു കീ സ്ട്രെങ്ത്. ബാറ്റ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് ബാങ്കുകളിൽ നിന്നുമുള്ള ബാങ്ക് ഗ്യാരണ്ടി അല്ലെങ്കിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പോലെയുള്ള നോൺ ഫണ്ട് ബേസ്ഡ് ലിമിറ്റ്സ് ആണ്. മാർച്ച് 2022 പ്രകാരം കമ്പനിക്ക് 1000 കോടി രൂപ ക്യാഷ് ആൻഡ് ലിക്വിഡ് ഇൻവെസ്റ്റ്മെന്റ്സിലുണ്ട്. അത് അത്യാവശ്യം വലിയൊരു ലിക്വിഡിറ്റി ബഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കമ്പനിക്ക്. കൂടാതെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ എല്ലാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിനും വേണ്ടി ചിലവാക്കിയിട്ടുള്ളത് ഇന്റേണൽ അക്രൂവൽസ് തന്നെയാണ്.
മറ്റൊരു കീ സ്ട്രെങ്ത് 50 രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ഉള്ള ബാറ്റ BNBV ആംസ്റ്റർഡാം എന്ന ഗ്രൂപ്പ് കമ്പനിയുടെ സബ്സിഡറിയാണ് ബാറ്റ ഇന്ത്യ ലിമിറ്റഡ് എന്നതാണ്. ബാറ്റ ഇന്ത്യയിൽ 52.96% സ്റ്റേക്ക് ഈ കമ്പനിയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇത് കാരണം ബാറ്റ ഗ്രൂപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇന്നോവേറ്റീവ് പ്രോഗ്രാംസിലേക്കും അവരുടെ ടെക്നിക്കൽ റിസർച്ചിലേക്കും ബാറ്റ ഇന്ത്യക്ക് ആക്സസ് കിട്ടും. ടെക്നിക്കൽ, സ്ട്രാറ്റജിക്കൽ ആൻഡ് മാനേജറിയൽ സപ്പോർട്ട് ബാറ്റ ഇന്ത്യക്ക് വിവിധ ഫംഗ്ഷനുകളിലായിട്ട് ഇവർ വഴി കിട്ടുന്നുണ്ട്. എന്തായാലും ഈ കമ്പനി നേരിടുന്ന ഒരു ചലഞ്ച് ഇന്റൻസ് കോമ്പറ്റീഷൻ തന്നെയാണ്. ഇവരുടെ എസ്റ്റാബ്ലിഷ്ഡ് കോമ്പറ്റീറ്റേഴ്സ് പുതിയ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതും അതിനു പുറമെ പ്ലാന്റിന്റെ കപ്പാസിറ്റി കൂട്ടുന്നത് കൊണ്ടും ബാറ്റ ഇന്ത്യ ലിമിറ്റഡിന് എല്ലാ പ്രൊഡക്റ്റ് കാറ്റഗറീസിലും കോമ്പറ്റീഷൻ ശക്തമായിട്ട് തന്നെയുണ്ട്. സാര ആൻഡ് ക്ലാർക്സ് പോലെയുള്ള വലിയ ഗ്ലോബൽ റീറ്റെയിലേഴ്സിന്റെ വളർച്ചയും ഇന്ത്യയിലെ ഓർഗനൈസ്ഡ് ഫുട്വെയർ സെക്ടേഴ്സ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിലൂടെയുള്ള ബ്രാൻഡഡ് ഷൂസിന്റെ വിൽപ്പനയും കോമ്പറ്റീഷൻ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇനി ഈ കമ്പനിയുടെ ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 1840.1 rupees, PE ratio 81, debt to equity 0.6, return on equity 5.74%, 5-year CAGR returns 18.1%, 200 DMA 1859.9, RSI 14 51.5. Fourth company on our list is Gland Pharma Limited. Gland Pharma launch ചെയ്തത് 1978-ലാണ്. ലാർജസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് ഇൻജെക്റ്റബിൾ ഫോക്കസ്ഡ് കമ്പനികളിൽ ഒന്നാണ് ഇത്. കമ്പനി പ്രധാനമായും എൻഗേജ് ചെയ്തിരിക്കുന്നത് ഇൻജെക്റ്റബിൾ ഫോർമുലേഷൻസിന്റെ നിർമ്മാണത്തിലാണ്. ഇൻജെക്റ്റബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിക്കകത്തേക്ക് കുത്തിവെക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ആണ്. ഇവർ ഓഫർ ചെയ്യുന്ന ഇൻജെക്റ്റബിൾസിൽ വയൽസ്, പ്രീ ഫിൽഡ് സിറിഞ്ചസ്, dry powders, infusions, ophthalmic solutions and other active pharmaceutical ingredients എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഗ്ലാൻഡ് ഫാർമയ്ക്ക് വേൾഡ് വൈഡ് ആയി തന്നെ ബിസിനസ് ഉണ്ട്. ബിസിനസ് ടു ബിസിനസ് മോഡലിലാണ് ഈ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത്. കോംപ്ലക്സ് ഇൻജെക്റ്റബിൾസിന്റെ ഡെവലപ്മെന്റ്, മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് എന്നിവയിൽ മികച്ച ട്രാക്ക് റെക്കോർഡ് ഇവർക്കുണ്ട്. ഗ്ലാൻഡിന് 7 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് 3 ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഫെസിലിറ്റീസ്. കമ്പനിയുടെ മേജർ റവന്യൂസ് വരുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റ്സിൽ നിന്നുമാണ്, മോർ ദാൻ 86%. പ്രധാനമായും യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, യൂറോപ്പ് ആൻഡ് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത്. ഡിസംബർ 2021 ഈ കമ്പനിയിൽ ഉണ്ടായിരുന്ന ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് എന്ന് പറയുന്നത് 10.55% ആയിരുന്നു. ജൂൺ 2022 ക്വാർട്ടറിൽ ഇത് 15.54% ആയി ഉയർന്നു, അതായത് 4.99% വർധനവ്. കഴിഞ്ഞ 3 ക്വാർട്ടേഴ്സിൽ മ്യൂച്വൽ ഫണ്ട്സ് അപ്രോക്സിമേറ്റ്ലി 4.3% ഹോൾഡിംഗ് ഈ കമ്പനിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ കമ്പനിയുടെ ഒരു കീ സ്ട്രെങ്ത് US-ലെ ഡ്രഗ് ഷോർട്ടേജ് ആണ്. US FDA ഷോർട്ടേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 11 ഇൻജെക്റ്റബിൾസ് കൈവശമുള്ള കമ്പനിയാണ് ഗ്ലാൻഡ്. US-ലുള്ള ഇന്ത്യൻ പ്ലെയേഴ്സിനിടയിൽ ഗ്ലാൻഡ് ഫാർമയാണ് ഡ്രഗ് ഷോർട്ടേജ് കാരണം ഏറ്റവും ഗുണം കിട്ടുന്ന കമ്പനി. കൂടാതെ ഗ്ലാൻഡ് ഫാർമയുടെ എക്സ്പോർട്ട് ഷിപ്മെന്റ്സ് ജൂലൈ 2022 ഇരട്ടിയായി മാറിയിരുന്നു ജനുവരി ടു ഏപ്രിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ട്രാക്കിൽ തന്നെ തുടരാൻ പാകത്തിൽ ഗ്ലാൻഡ് റിക്കവർ ആയി എന്ന് ഇത് കാണിക്കുന്നു. പക്ഷേ റവന്യൂവിന്റെ വലിയൊരു ഭാഗം മോർ ദാൻ 86%ഉം വരുന്നത് US-ൽ നിന്നും ഇന്റർനാഷണൽ മാർക്കറ്റ്സിൽ നിന്നുമാണ് എന്നുള്ളത് കമ്പനിക്ക് ഒരു പ്രോബ്ലം ആയേക്കാം. കാരണം അവിടെയുള്ള നിയമങ്ങൾ മാറുകയോ അപ്രൂവൽ കിട്ടാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കമ്പനിയെ ബാധിക്കും. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 2157 rupees, PE ratio 32.4, debt to equity 0. 5-year sales CAGR 24%, return on equity 18.5%, 200 DMA 2898.9, RSI 14, 46.6. Now the last company is Z Entertainment Enterprises Limited. Z Entertainment ആരംഭിക്കുന്നത് 1982-ലാണ്. ഇത് ലാർജസ്റ്റ് ഗ്ലോബൽ കോണ്ടന്റ് പ്രൊവൈഡിംഗ് കമ്പനികളിൽ ഒന്നാണ്. പലവിധ ജോണേഴ്സ്, ലാംഗ്വേജസ് ആൻഡ് പ്ലാറ്റ്ഫോംസിലുള്ള കോണ്ടന്റ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഡിജിറ്റൽ ബിസിനസ്, മൂവീസ് ആൻഡ് മ്യൂസിക് ആൻഡ് ലൈവ് ഇവന്റ്സ് എന്നിവയാണ് ഇവരുടെ ബിസിനസ്. 20-ലധികം ഭാഷകളിൽ 89 ചാനൽസ്, മോർ ദാൻ 1.3 ബില്യൺ കൺസ്യൂമേഴ്സ് അക്രോസ് 170+ കൺട്രീസ്, ഇതൊക്കെ Zക്ക് സ്വന്തമാണ്. ഇന്ത്യൻ ടെലിവിഷൻ മാർക്കറ്റിൽ 36%ന്റെ ഹയസ്റ്റ് മാർക്കറ്റ് ഷെയറും ഇവർക്കാണ്. മാർച്ച് 2022 പ്രകാരം Z അവരുടെ റവന്യൂവിന്റെ മെജോറിറ്റിയും ഉണ്ടാക്കുന്നത് ഇനി പറയുന്നവയിൽ കൂടിയാണ്. അഡ്വർടൈസ്മെന്റ് 54%, സബ്സ്ക്രിപ്ഷൻ റവന്യൂസ് 40%, അതർ സർവീസസ് 6%. ഡിസംബർ 2021 ഈ കമ്പനിയിൽ ഉണ്ടായിരുന്ന ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് 12.16% ആയിരുന്നു. ജൂൺ 2022 ക്വാർട്ടറിൽ ഇത് 21.42% ആയി ഉയർന്നു, അതായത് 9.26%ന്റെ വർധനവ്. കഴിഞ്ഞ 3 ക്വാർട്ടേഴ്സിൽ മ്യൂച്വൽ ഫണ്ട്സ് അപ്രോക്സിമേറ്റ്ലി 6% ഹോൾഡിംഗ് ഈ കമ്പനിയിലായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഒരു കീ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സിയും സോണിയും തമ്മിലുള്ള കൂടിച്ചേരൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തു എന്നതാണ്.
എക്സ്പേർട്സ് പറയുന്നത് ഈ കൂടിച്ചേരലിലൂടെ ലീനിയർ ആൻഡ് OTT ബിസിനസ്സുകളിൽ ഉള്ള വാല്യൂ ക്രിയേഷനുള്ള സാധ്യത വർദ്ധിക്കുമെന്നാണ്. കൂടാതെ ബോർഡിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടും ഭൂരിഭാഗം സ്റ്റേക്കും സോണിയുടേതാവും എന്നതുകൊണ്ടും ഉണ്ടാകുന്ന ബെറ്റർ ക്യാപിറ്റൽ അലോക്കേഷൻ, ബിസിനസ് സിനർജീസ് ആൻഡ് ഇംപ്രൂവ്ഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നിവയിൽ നിന്നും സീക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാകും. കൂടാതെ ഇന്ത്യൻ മീഡിയ സ്പേസിലുള്ള സിയുടെ സ്ട്രോങ് ബ്രാൻഡ് പ്രസൻസും ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് ചാനലായ ZTVയുടെ ഡൈവേഴ്സ് സെഗ്മെന്റ്സിലുള്ള പ്രസൻസും പൊസിഷനിങ്ങും ഇവരെ ഒരു മാർക്കറ്റ് ലീഡറാക്കി മാറ്റുന്നുണ്ട്. എങ്കിലും ഇവർക്കുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇന്റൻസീവ് ഓപ്പറേഷൻസ് ആണ്. അതായത് കോണ്ടന്റ് ഡെവലപ്മെന്റ് ആൻഡ് റൈറ്റ്സ് എന്നിവയുടെ രൂപത്തിൽ വളരെ കൂടുതൽ ഇൻവെന്ററി ഹോൾഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇവർക്ക്. ഫിനാൻഷ്യൽ ഇയർ 21-ൽ 5403 കോടി രൂപയുടെ ഇൻവെന്ററീസ് ഉണ്ടായിരുന്നത് 31 ഡിസംബർ 2021 ആയപ്പോൾ 6140.7 കോടി രൂപയായി ഉയർന്നു. പിന്നെ മാക്രോ എക്കണോമിക് കണ്ടീഷൻസ്, വ്യൂവർഷിപ്പ്, അതുപോലെ ചാനലിൻ്റെയും കോണ്ടന്റുകളുടെയും ക്വാളിറ്റി ആൻഡ് പോപ്പുലാരിറ്റി എന്നിവയെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്താണ് അഡ്വർടൈസ്മെന്റിന്റെ റവന്യൂ ഇരിക്കുന്നത് എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 263.7 rupees, PE ratio 27.1, debt to equity 0.01, 5-year sales CAGR 5%, return on equity 10%, 200 DMA 258.7, RSI 1449. അപ്പോൾ ഇതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട്സ് കഴിഞ്ഞ 3 ക്വാർട്ടേഴ്സിലായി ഏറ്റവും കൂടുതൽ വാങ്ങിയ ആ 5 സ്റ്റോക്കുകൾ. പ്ലീസ് റിമെമ്പർ, ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷനും നൽകുന്നില്ല. അപ്പോൾ ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.